ബൽറാം, അഞ്ചരയ്ക്ക് കൂടിക്കാഴ്ചയാണ്. അപ്പം നിർണായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും തരൂർ ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണല്ലോ ഈ കൂടിക്കാഴ്ച. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഇത് ശശി തരൂർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതാക്കളും ശശി തരൂരിന്റെ പരാമർശത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ശശി തരൂരിന്റെ പരാമർശങ്ങൾ പാടെ തള്ളിക്കൊണ്ടാണ് ദേശീയ നേതാക്കൾ ജയറാം രമേശ് അടക്കമുള്ളവർ പാർട്ടിയുടെ നിലപാട് വിശദീകരിച്ചത്. ഒപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഈ ശശി തരൂരിന്റെ നിലപാടുകളെ തള്ളിക്കളഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങിയിരിക്കുന്നത്. അതും ഈ കൂടിക്കാഴ്ചയുടെ പ്രത്യേകത ഏതാണ്ട് മാസങ്ങളുടെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് നേതൃത്വവുമായി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും ശശി തരൂർ കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതാണ്. ആദ്യം അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഉന്നത നേതാക്കളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം അതിനെ മങ്ങലേറ്റതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ തന്നെയാണ് രണ്ട് വിഭാഗത്തിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. 2022 ഒക്ടോബറിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിൽ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങുന്നത്. രാഹുൽ ഗാന്ധി വിളിച്ചതനുസരിച്ചാണ് ശശി തരൂർ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തി കാണുന്നത് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഈ കൂടിക്കാഴ്ച ഉണ്ടാകും. ഏത് പശ്ചാത്തലത്തിലാണ് താൻ ഈ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നടത്തിയ പരാമർശം, ഒപ്പം തന്നെ കേരളത്തിലെ സർക്കാർ നയങ്ങളെ അനുകൂലിച്ച് നടത്തിയ പരാമർശം, ഈ പരാമർശങ്ങളുടെ പശ്ചാത്തലം എന്താണ്, താൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയത് എന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ശശി തരൂർ ഈ കൂടിക്കാഴ്ചയിൽ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ശശി തരൂരിന്റെ പരാമർശം സംസ്ഥാനത്തും ദേശീയ തലത്തിലും കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ ശശി തരൂർ എത്തിയെന്നുള്ള വാർത്ത വിനീത വിജി പങ്കുവെക്കുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ വസതിയിൽ ശശി തരൂർ എത്തി. പ്രതികരിക്കാൻ തരൂർ തയ്യാറായില്ല എന്നും പറയുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ലേഖനവുമായി ബന്ധപ്പെട്ട് ഇനി വിവാദം വേണ്ട, അത് അടഞ്ഞ അധ്യായമാണെന്നാണ് KC വേണുഗോപാൽ ഇന്ന് പറഞ്ഞിരുന്നത്. അദ്ദേഹം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയൊരു ലേഖനമാണ് എന്നൊക്കെയാണ് ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞത്. അത്തരത്തിൽ വളരെ നിസ്സാരമായി ഈ കാര്യത്തെ കേരളത്തിലെ നേതാക്കൾ തള്ളിക്കളയുന്നില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നടക്കുന്ന ആ കൂടിക്കാഴ്ചയിൽ ഉറപ്പായിട്ടും ഈ ലേഖനം, ഒപ്പം മോദിയെക്കുറിച്ചുള്ള പരാമർശം, ഇതെല്ലാം ചർച്ചയാവില്ലേ? തീർച്ചയായും ഈ ഒരു ലേഖനം, ഒപ്പം തന്നെ അദ്ദേഹം നടത്തിയ പരാമർശം, ഇതിൻ്റെ ഒരു പശ്ചാത്തലം തന്നെയാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയെ പ്രസക്തമാക്കുന്നത്. ശശി തരൂർ അല്പസമയം മുമ്പാണ് സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹം എന്തായാലും വസതിയിലേക്ക് കയറുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ വിവാദങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ കൂടിക്കാഴ്ചയിൽ തീർച്ചയായും ഈ അടുത്തിടെ ഉയർന്ന വിവാദങ്ങൾ തന്നെയായിരിക്കും പ്രധാന അജണ്ട എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ് താൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്ന കാര്യം ശശി തരൂർ നേതാക്കൾക്ക് മുന്നിൽ വിശദീകരിക്കും. രാഹുൽ ഗാന്ധിയുമായി നടത്തുന്ന ഈ കൂടിക്കാഴ്ചയിൽ എന്ത് കണക്കിൻ്റെ, എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം താൻ നടത്തിയത് എന്ന കാര്യം വിശദീകരിക്കും. ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തും ദേശീയ തലത്തിലും ശശി തരൂരിൻ്റെ പരാമർശങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. കാരണം പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ നിലപാടെടുത്ത ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ചയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു നിലപാട് ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വം, പാർട്ടി എന്ന നിലയിൽ നടത്തുന്ന വിമർശനങ്ങൾ, ഇതിനെയെല്ലാം തള്ളിക്കൊണ്ട് ശശി തരൂർ BJPക്ക് പ്രചാരണത്തിനായി ഉപയോഗിക്കാൻ കഴിയാവുന്ന തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത്. ഇതിൽ പാർട്ടിയുടെ നിലപാട് എന്ത് എന്നുള്ളത് രാഹുൽ ഗാന്ധി കൃത്യമായി തന്നെ ശശി തരൂരിന് മുന്നിൽ വിശദീകരിക്കും. ഇത്തരത്തിൽ തുടർച്ചയായുള്ള പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. എന്നാൽ എന്താണ് വിവാദമായത്, താൻ എന്താണ് ഉദ്ദേശിച്ചത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാമർശങ്ങൾ നടത്തിയത്? തുടരുക.